ഡെറിവേഷൻ കൂടി ഉണ്ട്, അതും കൂടി നിങ്ങൾ പിടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാപ്റ്ററിന് ഏത് ചോദ്യവും എങ്ങനെ ചോദിച്ചാലും ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഫുൾ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയിൽ വന്ന ചോദ്യമാണ്, പരീക്ഷയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുള്ള ചോദ്യമാണ്, അതുകൊണ്ട് ഇതുകൂടി മനസ്സിലാക്കാം. നോക്കുക, സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് സോളിഡ് സ്പിയർ റോൾസ് ഡൗൺ ഇൻ ഇൻക്ലൈൻ പ്ലെയിൻ ഓഫ് വെർട്ടിക്കൽ ഹൈറ്റ് h. അപ്പോൾ ഇൻക്ലൈൻ പ്ലെയിൻ സോളിഡ് സ്പിയർ പോവാണ്. ഇഫ് m is the mass and r is the radius of the sphere, write an equation for the moment of inertia above the sphere about a diameter. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ ഈ സംഭവം ചെയ്യാം? ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ, സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണ്, അതും കൂടി ബൈ ഹെഡ് പഠിച്ചു വെച്ചാൽ 2/5 mr². ഓക്കെ, ഇതും കൂടി ബൈ പഠിക്കാം. ഒരു സ്ഫിയറിന്റെ സെന്റർ കൂടിയുള്ള ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണ്, 2/5 mr². ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, 2/5 mr². രണ്ടാമത്തെ ചോദ്യം, prove that the velocity with which the sphere reaches the bottom of the plane is 1.2 root gh. 1.2 root gh വെലോസിറ്റി ആയിരിക്കും ആ സ്ഫിയർ താഴെ എത്തുക എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. എങ്ങനെയാ ചെയ്യാം? അപ്പൊ ഇതിന് വേണ്ടിയിട്ട്, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷനിൽ ഇതിന്റെ മാത്രമല്ല എല്ലാത്തിന്റെയും ചെയ്യാം. സിലിണ്ടർ ആണ്, റിംഗ് ആയിക്കോട്ടെ, ഹോളോ സിലിണ്ടർ ആയിക്കോട്ടെ, ഡിസ്ക് ആയിക്കോട്ടെ, എന്തും ഒരു ഇൻക്ലൈൻ പ്ലെയിന്റെ താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് വെക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏതിന്റെയും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു ചെറിയൊരു കാര്യം, ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കണം, അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ചോദ്യത്തിൽ നിങ്ങളോട് ചോദിച്ചു വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് ചോദിച്ചു. അപ്പൊ എങ്ങനെയാ നിങ്ങൾ ഉത്തരം പറയാ? റേഡിയസ് ഓഫ് ഗൈറേഷൻ എങ്ങനെ ചെയ്യാം? വളരെ സിമ്പിൾ ആണ്. റേഡിയസ് ഓഫ് ഗൈറേഷന്റെ സംഭവം എന്ന് അറിയാം, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഐ എന്ന് പറഞ്ഞൊരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉണ്ട് ഒരു ബോഡിയുടെ, എനി ബോഡി. ഇതെന്താണ്? എനി ബോഡി. ഇപ്പൊ ഡിസ്ക് ആയിക്കോട്ടെ, റിംഗ് ആയിക്കോട്ടെ, എനി ബോഡിയുടെ മൊമെന്റ് ഓഫ് ഏതൊരു ബോഡി മൊമെന്റ് ഓഫ് അത് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? mk² ഇക്വേറ്റ് ചെയ്യുന്നു. എന്താണ്? mk² ഇക്വേറ്റ് ചെയ്യുന്നു. വേറെ k എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് എക്സാമ്പിൾ, നിങ്ങൾ ഒരു ഡിസ്കിന്റെ എടുത്തു, റിംഗ് എടുത്തു, റിംഗ് എടുത്തു. റിംഗിന്റെ സെന്റർ ഓഫ് മാസിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്സിസ് എടുത്തു. അവന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ mr² അല്ലേ? ഈ mr² മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ mk² ഇക്വേറ്റ് ചെയ്തു. എമ്മും കട്ടാവുന്നു, k² r², അഥവാ k r എന്ന് കിട്ടി. അതായത് ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? r ആണ്, അവന്റെ റേഡിയസ് ആണ്. സംഭവം മനസ്സിലാവുന്നുണ്ടോ? അവന്റെ റേഡിയസ് ആണ് അല്ലെ? അവന്റെ സെന്ററിൽ കൂടി ആക്സിസ് എടുക്കുകയാണെങ്കിൽ അവന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, സോറി, റേഡിയസ് ഓഫ് ഗൈറേഷൻ എത്രയാണ്? k r, അതായത് റേഡിയസ് ആണ്. അങ്ങനെയാണ് ഡിസ്കിന്റെ കണ്ടുപിടിച്ചത്. പറ ഒരു ഡിസ്കിന്റെ മൊമെന്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ചോദിക്കുകയാണ്, പറ എന്താണ് അതിന്റെ അർത്ഥം? ഒന്നുമില്ല, ഡിസ്കിന്റെ എടുക്കുകയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? I = mk² ആണ്. അപ്പൊ I എത്രയാണ് അവന്റെ? mr²/2 അല്ലേ? ഡിസ്കിന്റെ mr²/2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? mk² നിങ്ങൾ ഇക്വേറ്റ് ചെയ്യാം. എപ്പോഴും mk² ഇക്വേറ്റ് ചെയ്യാം. m കട്ടായി, യു വിൽ ഗെറ്റ് k² r²/2. അഥവാ k = എന്താ കിട്ടുക? ഇവിടുത്തെ റൂട്ട് എടുക്കുക, അവിടുത്തെ റൂട്ട് എടുത്ത് ഇവിടുത്തെ റൂട്ട് എടുക്കുക. ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ r/√2 കിട്ടും. അപ്പൊ ഈ കേസില് റേഡിയസ് ഓഫ് ഗൈറേഷൻ r/√2 ആണ്. അപ്പൊ ഡിസ്കിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്തിനാണ്? r/√2 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല, മനസ്സിലാൻ വേണ്ടി. അപ്പൊ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ത് ചോദിച്ചാലും I = mk² ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് k കണ്ടുപിടിക്കുക. എത്ര പരിപാടി? k = r/√2, സോ റേഡിയസ് ഓഫ് ഗൈറേഷൻ r/√2. അങ്ങനെയാണ് ഈ ഒരു ചോദ്യത്തിൽ അവർ ചോദിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ml²/3 ആണ് നമുക്ക് ആ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടിയത്. അങ്ങനെയാണ് ഈ കേസിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കുക? ഒന്നുമില്ലടോ, ml²/3 അല്ലേ? ആ ml²/3 നിങ്ങൾ എന്ത് ചെയ്യുക? mk² ഇക്വേറ്റ് ചെയ്യുക. അത്രയുള്ള സംഭവം. അപ്പൊ m കട്ടായി, യു വിൽ ഗെറ്റ് k² = l²/3, അഥവാ k = l/√3. സംഭവം റേഡിയസ് ഓഫ് ഗൈറേഷൻ കിട്ടി. അപ്പൊ എന്തിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ചെയ്താൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല, ആ സാധനത്തിന് mk², അവന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ mk² എന്ത് ചെയ്യാൻ നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുക. m കട്ടായി പോയിക്കോളൂ, എപ്പോഴും കട്ടായി പോയിക്കോളൂ. അപ്പൊ k² എന്താ കിട്ടും? k എന്താ കിട്ടും? റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നാണ് l/√3. മനസ്സിലാവുന്നുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല. ശരി, അങ്ങനെയാണ് ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡെറിവേഷൻ ചെയ്യാം. ഓക്കെ, ഇത് പരീക്ഷയിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്, അതുകൊണ്ട് ഒന്ന് പഠിച്ചേക്കുക. ചെറുതായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ പേടിക്കണ്ട. ഒരു ഇഞ്ചക്ഷൻ തരുന്ന പോലെ അല്ലെ? ഇഞ്ചക്ഷൻ തരുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ആ ഒരു നിമിഷത്തേക്ക് ഒരു ബുദ്ധിമുട്ട് വരും, പക്ഷെ പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അതേ ഉള്ളൂ. അവർ ഇഞ്ചക്ഷൻ തരാൻ പോവാണ്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഒരു ഇൻക്ലൈൻ പ്ലെയിൻ ഉണ്ട്, അതിന്റെ മുകളിൽ ഞാൻ എന്തോ ഒരു ബോഡി വെച്ചു. ഇവിടെ ഒരു സ്ഫിയർ ആണെന്ന് കാണുന്നത്, പക്ഷെ എന്ത് വെച്ചാലും കണക്കാണ്. എന്തോ ഒരു സാധനം വെച്ചു. ഇനി ആ താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് തിയറമാണ് ഉപയോഗിക്കാൻ പോകുന്നത്? ഒന്നുമില്ല, കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ പറയുന്നത് അത്രയേ ഉള്ളൂ. വേറെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, അതായത് ഫ്രിക്ഷൻ പോലത്തെ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഇവിടുത്തെ മെക്കാനിക്കൽ എനർജി, അതായത് പൊട്ടൻഷ്യൽ എനർജിന്റെ കൈനറ്റിക് എനർജിന്റെ സമ്മും
താഴത്തെ മെക്കാനിക്കൽ എനർജി, കാരണം താഴത്തെ മെക്കാനിക്കൽ എനർജി അതായത് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിന് കൈനറ്റിക് എനർജി സം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒന്നുമില്ല. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? m മാസ് ഉള്ള ബോഡി അവിടെ നിൽക്കുമ്പോൾ അവന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? mgh അല്ലേ? mgh. കൈനറ്റിക് എനർജി ഉണ്ടോ? ഇല്ല. അപ്പൊ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഇവിടുത്തെ എത്രയായിരിക്കും? mgh ആയിരിക്കും. കൈനറ്റിക് എനർജി ഇല്ല. അത് വിൽ ബി ഈക്വൽ ടു താഴെ എത്തുമ്പോഴുള്ള മെക്കാനിക്കൽ എനർജി. താഴെ എത്തുമ്പോൾ അവന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? ഇല്ല. കൈനറ്റിക് എനർജി ഉണ്ടോ? തീർച്ചയായും. കാരണം നല്ല സ്പീഡിലായിരിക്കും വരെ അല്ലെ, ഡുഷു എന്ന് പറഞ്ഞിരിക്കും അല്ലെ. അപ്പൊ കൈനറ്റിക് എനർജി ഉണ്ട്. അങ്ങനെയാണ് കൈനറ്റിക് എനർജി എത്രയായിരിക്കും? ഹാഫ് mv². ഹാഫ് mv². ഇനി ഇതൊരു പെട്ടി ആയിരുന്നെങ്കിൽ, ഒരു ബോക്സ് ആയിരുന്നെങ്കിൽ അവന് സാധാരണ കൈനറ്റിക് എനർജി ഹാഫ് mv² ഉണ്ടാവും. പക്ഷെ ഇതൊരു റൊട്ടേറ്റ് ചെയ്യുന്ന സാധനമല്ലേ. അപ്പൊ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഹാഫ് mv² ഉണ്ടാവും മുന്നോട്ട് പോകുന്നതുകൊണ്ട്. പക്ഷെ ഈ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും കൂടെ ഉണ്ടാവും. ആ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഒന്ന് പഠിച്ചു വെച്ചോ. റൊട്ടേഷണൽ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? I⍵². എന്താണ്? I⍵². അത് ഓർത്തു വെക്കാൻ മാത്രമൊന്നുമില്ല. ഓക്കെ, സോറി, ഹാഫ് I⍵². ഹാഫ് I⍵². ഇത് ഓർത്തു വെക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. സാധാരണ കൈനറ്റിക് എനർജി ഹാഫ് mv² അല്ലേ. അതിന്റെ നേരെ റൊട്ടേഷൻ ആക്കിക്കേ. എമ്മിനെ റൊട്ടേഷനിൽ വരുമ്പോ I ആവും, വി റൊട്ടേഷനിലേക്ക് വരുമ്പോ ഒമേഗയാവും. ഇത്രയുള്ള പരിപാടി. അപ്പൊ ഈ സാധനം കിടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഹാഫ് I⍵² കൂടെ കൈനറ്റിക് എനർജിന്റെ കൂടെയാണ്. അത് ടോട്ടൽ കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് mv² പ്ലസ് ഹാഫ് I⍵². ഇത് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, നേരെ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ടുള്ള കൈനറ്റിക് എനർജി. മറ്റേത് റൊട്ടേഷൻ കൈനറ്റിക് എനർജി, സാധനം റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ്? അവിടെ ഒരു മോഷൻ ഉണ്ട്, ആ കൈനറ്റിക് എനർജി. ഈ രണ്ട് കൈനറ്റിക് എനർജി ആഡ് ചെയ്താൽ mgh ഇക്വേറ്റ് ചെയ്യാം. ഇനി കുറച്ച് മാത്തമാറ്റിക്സ് ആണ് സംഭവം. ഒന്നുമില്ല, നോക്കിക്കേ. mgh-നെ ഇവിടെ ഇങ്ങനെ നിർത്താം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടും ഹാഫ് mv² കിട്ടും. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഏതൊരു സാധനത്തിന്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ എനിക്ക് എന്താണ്? mk² ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഇത് എന്ത് സാധനം ആയിക്കോട്ടെ, മൊമെന്റ് ഓഫ് ഇനേർഷ്യൻ എനിക്ക് mk² ഇക്വേറ്റ് ചെയ്യാം. പക്ഷെ k എന്താണ്? ഓരോ ബോഡിക്കും വേറെ വേറെ ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് അവസാനം നോക്കാം. അപ്പൊ mk² I ഇക്വേറ്റ് ചെയ്തു കേട്ടോ. അപ്പൊ I = എനിക്ക് എന്ത് സാധനത്തിനെയും അതിനെ mk² എന്ന് പറയും. k എന്താണ്? അതിനനുസരിച്ച് മാറിക്കോളും. ഓക്കെ, ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാം v = r ഒമേഗ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അങ്ങനെയാണ് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? v/r ആയിരിക്കില്ലേ? v = r ഒമേഗ ആണ്, ഒമേഗ = v/r ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ഒമേഗ = v/r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ v/r² എന്നുണ്ട്, അഥവാ v²/r² എന്ന് കിട്ടും. ഇതുവരെ എഴുതി വെക്കാൻ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. I = mk² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒമേഗ = v/r അഥവാ ഒമേഗ² = v²/r² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കട്ട് മാസ് എല്ലാം കൂടി കട്ടായി പോകും. മാസ് എല്ലാം കൂടി നമ്മുടെ ലൈഫിൽ നിന്ന് ഔട്ടായി പോകും. മാസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല അല്ലെ. ഇനി ഒന്നും മാസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ മതി. മാസ് കട്ടായി പോകും. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു GH ഉണ്ട്, മാസ് ഇല്ല. ഇവിടെ രണ്ട് ടേംസിൽ ഹാഫ് ഉണ്ട്. അപ്പൊ ഹാഫിനെ ഞാൻ പുറത്തേക്ക് എടുത്തു എന്ന് ഇമാജിൻ ചെയ്യാം. എന്നിട്ട് ഹാഫിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നാൽ അവൻ 2 ആവില്ലേ? ഓക്കെ, അപ്പൊ ഹാഫിന്റെ കാര്യം നമ്മൾ വിട്ടു. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരാണ്. 10ാം ക്ലാസ്സിലല്ല, അപ്പൊ എല്ലാം കാണിക്കണ്ട. ഹാഫിനെ രണ്ടും ഞാൻ പുറത്തെടുത്തു, ഹാഫിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നാൽ അവൻ 2 ആവും. ശരിയല്ലേ? ഓക്കെ, ശരി. അപ്പൊ ഹാഫിനെ മറന്നേക്ക്. സോ ഇപ്പുറത്ത് എന്തുണ്ടാവും? b² ഉണ്ടാവും. ഹാഫിനെ മറന്നേ, k² by r² into v². അങ്ങനെ എഴുതിയാലോ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ k²/r² into v². അപ്പൊ ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 2gh എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? v²നെ പുറത്തേക്ക് എടുക്കുക. സോ യു വിൽ ഗെറ്റ് v²നെ പുറത്തേക്ക് എടുത്ത 1 പ്ലസ് ഇവിടെ v² പുറത്തേക്ക് വന്നാൽ അവിടെ k²/r² ഉണ്ടാവും. ശരിയല്ലേ? തീർച്ചയായിട്ടും. ഇനി വെലോസിറ്റി ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ വൃത്തിയുടെ സാധനത്തിനെ എടുത്ത് ഇവിടെ കൊണ്ടുപോയാൽ യു വിൽ ഗെറ്റ് v² = ഈ സാധനം ഇവിടെ കൊണ്ടുപോയാൽ എന്ത് കിട്ടും? 2gh-ന് താഴെ ആവും പോയിരിക്കും. 2gh-ന് താഴെ ആവും ഇരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? നല്ല ഭംഗിയായിട്ട് k²/r². 2gh-ന് താഴെ ഇവിടെ നല്ല ഭംഗിയായിട്ട് ഇരിക്കണം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് v²ന്റെ ഇക്വേഷൻ, അപ്പുറത്തോട് റൂട്ട് എടുത്താൽ v-ന്റെ ഇക്വേഷൻ കിട്ടും. ശരിയല്ലേ? ഇവിടെ റൂട്ട് എടുത്തു, അപ്പുറത്തും റൂട്ട് എടുത്തു, എനിക്ക് v-ന്റെ ഇക്വേഷൻ കിട്ടും. √2gh/1 + k²/r² ആയിരിക്കും നമ്മുടെ ഫൈനൽ വെലോസിറ്റി. അത് എന്ത് ബോഡി ആണെങ്കിലും ഈ ഡെറിവേഷൻ പഠിച്ചു വെക്കുക. ഇത് പരീക്ഷയിൽ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി ഇവിടെ സ്ഫിയർ ആണെങ്കിൽ എന്തായിരിക്കും വെലോസിറ്റി? മറ്റേ സിലിണ്ടർ ആണെങ്കിൽ എന്താ വെലോസിറ്റി? റിംഗ് ആണ് എന്താ വെലോസിറ്റി? അതൊക്കെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക? k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്ഫിയറിന് ഒരു k ഉണ്ടാവും,
റിങ്ങിന് വേറെ കെ ഉണ്ടാവും, മറ്റേ വേറെ സിലിണ്ടർ ആണ് വേറെ കെ ഉണ്ടാവും, ഡിസ്ക് ആണെങ്കിൽ വേറെ കെ ഉണ്ടാവും. ഓരോന്നിന്റെ കെ വേറെ വേറെ അല്ല നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നോക്കിക്കേ, ഇവിടെ നമ്മൾ കുറെ ചെയ്ത കെ കണ്ടുപിടിച്ചില്ല. ഓരോ ആൾക്കാരുടെ കെ എവിടെ കണ്ടുപിടിച്ചു? എവിടെ പോയി കണ്ടോ? റിങ്ങിന്റെ കെ 6 ആണ്, മറ്റോന്റെ കെ R/√2 ആണ്, വേറെ എന്താ സാധനത്തിന്റെ L/√3 ആണ്. ആ കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതനുസരിച്ച് സംഭവം തീരും. ഫോർ എക്സാമ്പിൾ, പരീക്ഷയെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? If prove that the velocity with which the sphere reaches the bottom of the sphere ആണെങ്കിൽ, സാധാരണ സ്ഫിയർ ആണെങ്കിൽ ആ വെലോസിറ്റി 1.2 √gh ആയിരിക്കും എന്ന് നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ വരെ ജനറൽ ആയിട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ സ്ഫിയർ ആണ് ഇനി അസ്യൂം ചെയ്യുക. അപ്പൊ സ്ഫിയർ ആണെങ്കിൽ കെ എന്തായിരിക്കും പറ? സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് I = mk² ആണ് ബേസിക് ഇക്വേഷൻ. സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങളോട് ബൈ ഹാർട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോ. 2/5 mr² ആണ്. അപ്പൊ 2/5 mr² = mk² എന്ന് കിട്ടും. ഓക്കെ, ഇനി എമ്മും കട്ടായി, R² അവിടെ കൊണ്ടുപോയിക്കേ. സോ യു വിൽ ഗെറ്റ് k²/r² = 2/5 എന്ന് കിട്ടും. ശരിയാണോ? കിട്ടും. അപ്പൊ സ്ഫിയർ ആണെങ്കിൽ ഫോർ സ്ഫിയർ ഇതായിരിക്കും സംഭവം. മനസ്സിലാവുന്നുണ്ടോ? ശരി, k²/r² 2/5. ഇനി ആ k²/r² അവിടെ 2/5 നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടും v = √2gh / 1 + k²/r² അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? 2/5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം k²/r² 2/5 ആണ്. ഇനി നിങ്ങൾ അത് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? √(gh) × 1.2 × √gh അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അത് നിങ്ങളുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കണ്ടുപിടിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇത് നിങ്ങൾ മാത്തമാറ്റിക്സ് ഇതൊന്നുമില്ല, നിങ്ങൾ = 1.2 √gh എഴുതി വെച്ചാണ്. കാരണം ബാക്കി മാത്തമാറ്റിക്സ് അല്ല. അത്രേ ഉള്ളൂ. ഇനി അതേപോലെ തന്നെ നിങ്ങളോട് പരീക്ഷയിൽ ഇവിടെ സ്ഫിയർ ആണ് ചോദിച്ചിരിക്കുന്നത്, ഭാഗ്യത്തിന് സ്ഫിയർ ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു ഡിസ്കിനെ ഞാൻ റോൾ ചെയ്ത് ഇട്ടു, ഡിസ്കിനെ റോൾ ചെയ്തിട്ടു, അവന്റെ വെലോസിറ്റി എത്രയാണെന്ന് പ്രൂവ് ചെയ്യാൻ പറയാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഡിസ്കിന്റെ k²/r² നിങ്ങൾ എടുക്കുക. എങ്ങനെ എടുക്കുക? ഒന്നുമില്ല, ഫോർ ഡിസ്ക് ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇമാജിൻ ചെയ്യും, ഫോർ ഡിസ്ക് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നുമില്ല, വീണ്ടും I = mk² എടുക്കുക. ഡിസ്കിന്റെ I എത്രയാണ്? mr²/2 ആയിരിക്കും. അപ്പൊ mr²2 = mk² എന്ന് വരും. ഞാൻ ആലോചിക്കുക, എമ്മും കട്ടായി, യു വിൽ ഗെറ്റ് k²/r² അങ്ങോട്ട് കൊണ്ടുപോയാൽ k²/r² എത്രയായിരിക്കും? ഇവിടെ 1/2 ഉണ്ടാവുള്ളൂ. അപ്പൊ അവന്റെ ആണെങ്കിൽ ഡിസ്ക് ആണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് 1/2 ആയിരിക്കും k²/r². ഇവിടെ k²/r² നിങ്ങൾ 1/2 എന്ന് കൊടുക്കുക, പരിപാടി ക്ലോസ്. മനസ്സിലായില്ലേ? അപ്പൊ എന്തിന്റെയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ മൊമെന്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്ന് അങ്ങോട്ട് ചോദിച്ചാൽ മതി, അല്ലെ? കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആ ഡെറിവേഷൻ നിങ്ങൾ പ്രൂവ് ചെയ്യാൻ കേട്ടോ. പരീക്ഷയിൽ ഈക്വേഷൻ ബേസിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ചാൽ പോരാ, ഇവിടെ വരെ എത്തിച്ചിട്ട് എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ചാലേ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടുള്ളൂ. അല്ലേ? ഏത് മാർച്ചിലാണ് ചോദിച്ചത്? മാർച്ച് 2019 ചോദിച്ച ചോദ്യമാണ്. 19 കഴിഞ്ഞ് ഇപ്പൊ 20 ആയി, 21 ആയി, 22 ആയി. വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള സമയമായി. 20 21 ചോദിച്ചില്ല, 22 റിപ്പീറ്റ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 മാർക്കൊക്കെ തരുന്നത്.